DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് കഴിഞ്ഞ സർക്കാർ ഭരണം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപായി ഗുണഭോക്താക്കൾക്ക് മാസം 1000 രൂപ വീതം ലഭിക്കുന്ന 2 പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നു. ഒന്നാമത്തേത് 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള BPL വിഭാഗത്തിൽപ്പെടുന്ന സ്ത്രീകൾക്ക് മാസം 1000 രൂപ വീതം ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയായിരുന്നു. രണ്ടാമത്തേത് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ ജോലികൾക്കായി പരിശീലനം നടത്തുന്നതിനും അതുപോലെ വിവിധ നൈപുണ്യ കോഴ്സുകളിൽ പഠിക്കുന്നതിനും മാസം 1000 രൂപ വീതം നൽകുന്ന മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിയായിരുന്നു. 2 മാസത്തെ ആനുകൂല്യ വിതരണം മാത്രമാണ് ഈ പുതിയ പദ്ധതികൾ വഴി സംസ്ഥാനത്തുണ്ടായത്. സർക്കാർ മാറിയതോടെ ഈ പദ്ധതികളുടെ ഭാവിയെക്കുറിച്ച് സംശയം ഉയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ തൊഴിലന്വേഷകർക്ക് പരിശീലനങ്ങളിൽ പങ്കെടുക്കുന്നതിന് നൽകുന്ന 1000 രൂപ പ്രതിമാസ സഹായ പദ്ധതിയായ CM കണക്ട് ടു വർക്കിന് 131 കോടി രൂപ സർക്കാർ മാറ്റിവെച്ചിരിക്കുകയാണെന്ന് റിപ്പോർട്ടാണ് ഏറ്റവും പുതിയതായി എത്തിയിരിക്കുന്നത്. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെപ്പറ്റി പുതിയ സർക്കാർ വിശദമായ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ നിലവിൽ ആ പദ്ധതിക്ക് തുക മാറ്റിവെച്ചിട്ടില്ല. ഉദ്യോഗാർത്ഥികൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതിയായിരുന്നു കഴിഞ്ഞ സർക്കാർ അവസാന കാലങ്ങളിൽ പ്രഖ്യാപിച്ച കണക്ട് ടു വർക്ക് പദ്ധതി. പല കാരണങ്ങളാൽ താൽക്കാലികമായി മുടങ്ങിപ്പോയിരുന്ന ഒരു വലിയ ക്ഷേമ പദ്ധതിയാണ് ഇപ്പോൾ പുതിയ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വീണ്ടും പുനരാരംഭിക്കുവാൻ ഒരുങ്ങുന്നത്. മുൻ സർക്കാർ വിഭാവനം ചെയ്ത CM കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് പദ്ധതി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അല്ലെങ്കിൽ നൈപുണ്യ വികസന കോഴ്സുകൾ ചെയ്യുന്നവർക്കും കരിയർ മെച്ചപ്പെടുത്താൻ ഏറെ സഹായിക്കുന്ന ഒന്നാണിത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഈ പദ്ധതി വലിയൊരു കൈത്താങ്ങാണ്. പ്രതിവർഷം ഏകദേശം 5 ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി വിഭാവനം ചെയ്തത്. എന്നാൽ നിലവിൽ 1 ലക്ഷത്തോളം അപേക്ഷകരാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. അതിൽ പകുതിയോളം, അതായത് 50,000-ലധികം ആളുകളുടെ അപേക്ഷകൾക്ക് ഇതിനോടകം തന്നെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. ഇതിനുശേഷവും നിരവധി ഉദ്യോഗാർത്ഥികൾ പദ്ധതിയുടെ ആനുകൂല്യത്തിനായി പുതുതായി അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശന ഘട്ടത്തിൽ നിൽക്കുന്ന യുവതലമുറ പലപ്പോഴും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടാറുണ്ട്. കോഴ്സ് ഫീസുകൾക്കോ പരീക്ഷാ ചിലവുകൾക്കോ ആവശ്യമായ തുക സ്വന്തമായി കണ്ടെത്താൻ ബുദ്ധിമുട്ടുന്ന ഇത്തരം ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ സ്കീമിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകുന്നത്. പുതിയ സർക്കാർ ഈ ആവശ്യങ്ങളെ തിരിച്ചറിഞ്ഞ് പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതുവരെ മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക ഉൾപ്പെടെയുള്ള തുക വരുന്ന ജൂലൈ മാസം മുതൽ ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് ക്രെഡിറ്റ് ചെയ്യപ്പെടുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. കുടിശ്ശിക വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെ അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന മറ്റ് ഗുണഭോക്താക്കളുടെ അപേക്ഷകൾ പരിശോധിക്കുന്നതിനും വെരിഫിക്കേഷൻ നടപടികൾ വേഗത്തിലാക്കുന്നതിനുമുള്ള തുടക്കം കുറിക്കും. വരാനിരിക്കുന്ന മാസത്തിൽ അർഹരായ എല്ലാവരിലേക്കും ഇതിന്റെ സഹായം എത്തിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പുതിയ സർക്കാരിന്റെ വരാനിരിക്കുന്ന 100 ദിന കർമ്മപരിപാടികളുടെ ഭാഗമായി ഈ സ്കോളർഷിപ്പ് വിതരണത്തെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജൂലൈ മാസം 1-ാം തീയതി മുതൽ ആരംഭിക്കുന്ന ഈ കർമ്മ പദ്ധതിയിൽ കണക്ട് ടു വർക്ക് സ്കീമിന് ഉയർന്ന പ്രാധാന്യമായിരിക്കും നൽകുക. അതുകൊണ്ട് തന്നെ മുൻപ് തുക ലഭിച്ചവർക്ക് അടുത്ത ഗഡുക്കളും പുതുതായി അപേക്ഷിച്ചവർക്ക് അവരുടെ പ്രൊഫൈൽ വെരിഫിക്കേഷനും കൃത്യമായ സമയപരിധിക്കുള്ളിൽ തന്നെ പൂർത്തിയാക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഈ സ്കീം വഴി തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് 1 വർഷത്തേക്കാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം ആകെ 12,000 രൂപയാണ് 1 വർഷം കൊണ്ട് ലഭിക്കുക. 1 വർഷത്തെ കാലാവധി പൂർത്തിയാകുമ്പോൾ ഈ ആനുകൂല്യം അടുത്ത വർഷം പുതിയൊരു ബാച്ച് ഉദ്യോഗാർത്ഥികൾക്കായി മാറ്റിവെക്കും. അതായത് മുൻപ് ആനുകൂല്യം കൈപ്പറ്റിയവർക്ക് പകരം പൂർണ്ണമായും പുതിയ അപേക്ഷകരെയായിരിക്കും അടുത്ത ഘട്ടത്തിൽ പരിഗണിക്കുക. 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ളത്. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ തങ്ങളുടെ ഹോൾ ടിക്കറ്റും മറ്റ് അനുബന്ധ രേഖകളും ഒപ്പം വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് വിവരങ്ങൾ, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന അഫിഡവിറ്റ് എന്നിവയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സമർപ്പിക്കേണ്ടതുണ്ട്. സംസ്ഥാന എംപ്ലോയ്മെന്റ് ഡയറക്ടറേറ്റും തൊഴിൽ വകുപ്പും സംയുക്തമായാണ് പദ്ധതി ഏകോപിപ്പിക്കുന്നത്. ഇതുപോലെ എല്ലാ സർക്കാർ ക്ഷേമ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കുവാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.